ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാറ്റത്തെക്കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷ് ബാധിക്കിരുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് അച്ഛൻ പറയണം, എടാ സുഭാഷേ, നിനക്ക് എന്ത് പറ്റി? നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? വേണേ ഞാൻ സുധീഷിനോട് പറയാം, വിളിക്കട്ടെ ഞാൻ സുധീഷിനെ. ഹേ എന്നാച്ചാ, എനിക്കൊരു കുഴപ്പമില്ല, അച്ഛനെന്ന് ഫുഡ് കഴിക്കേ, ഞാൻ ഏതായാലും പോവാമെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ചിരിച്ചുകൊണ്ട് നിലകത്തേക്ക് കയറി പോവുകയാണ്. എൻ്റെ ദൈവം, ഇവനെന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ചുമ്മാ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെയൊക്കെ ചിരിക്കുന്നത്. എവിടെ പോയി അവസാനിക്കുമോ എന്തോ, ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയാണ്. അപ്പം നിധി സുഭാഷിൻ്റെ ആ മാറ്റങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സന്തോഷിച്ച് കല്യാണം മുടങ്ങിയ ഒരാൾ സന്തോഷിച്ച് ആഹ്ലാദിച്ച് വരുന്നതും അതിനുശേഷം ഭക്ഷണം കഴിക്കുമ്പോഴും ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നതും അങ്ങനെതായ ചില കാര്യങ്ങളെല്ലാം സുഭാഷിനെ കുറിച്ച് നിധി ആലോചിക്കാം. അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിധിക്ക് പേടിയായി. ദൈവമേ, ഇനി സുഭാഷിൻ്റെ കിളി പോയോ, എന്തെങ്കിലും സംഭവിക്കോ, വേണ്ടാത്തൊക്കെ സംഭവിക്കുക എന്നുള്ളൊരു പേടിയുണ്ട്. അതിൽ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സുധീഷിനൊന്ന് വിളിച്ചാലോ എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ നിധി നേരെ സുധീഷിനെ വിളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഹാളിലിങ്ങനെ ഇരുന്ന് ഹെഡ്സെറ്റും വെച്ച് ഇങ്ങനെ പാട്ട് കേൾക്കുകയാണ് നമ്മുടെ സുധീഷ്. എടാ സുധീഷേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. സുധീഷ് ഇത് കേൾക്കുന്നില്ല. ഏയ് സുധീഷേ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒച്ചത്തി അങ്ങോട്ട് ഒറ്റ വിളി. പെട്ടെന്ന് ഹെഡ്സെറ്റ് മാറ്റി വെച്ചിട്ട്, സുധീഷേ എന്താ നിധി? സുധീഷ് ഒന്ന് വന്നേ. എങ്ങോട്ട്? അകത്തേക്കൊന്ന് വന്നേന്ന്. ഞാനോ അകത്തേക്ക് വരാനോ? ഇങ്ങോട്ട് അകത്തേക്ക് വന്നേ സുധീഷേ. എന്നെയാണല്ലോ അകത്തേക്ക് വിളിക്കുന്നത്, എൻ്റെ ദൈവമേ. അങ്ങനെ നിധി അകത്തേക്ക് കയറി പോവാണ്. എനിക്കിത് സ്വപ്നം പോലും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ എന്നെ തന്നെയാണ് അകത്തേക്ക് വിളിച്ചത്. അപ്പോൾ കാര്യമായിട്ട് തന്നെയാണല്ലോ. എൻ്റെ പൊന്ന് സുധീഷേ, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കാൻ പോവാണ്. ഈ ഒരു വിളി ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷെ ഇപ്പോഴാണ് വിളിച്ചത്. എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സുധീഷ് കണ്ണാട്ട് മുന്നിൽ പോയി മുടിയൊക്കെ സെറ്റാക്കുകയാണ്. അപ്പോൾ സ്പ്രേ ഒക്കെ അടിക്കുകയാണ്, മൗത്ത് ഫ്രഷ്നർ അടിക്കുകയാണ്, ഒക്കെ അടിക്കുക. അപ്പോഴേക്കും നിധി കാത്തിരുന്ന് മടന്ന് ഇയാളത് എവിടെ പോയി കിടക്കുക എന്ന് വിചാരിച്ച് നിധി പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് സുധീഷ് ഇരുന്ന് താടിയിരുന്ന സീനാണ് കാണുന്നത്. ഇത് കണ്ട് നിധി പറയാണ്, അതേ സുധീഷിനെ വിളിച്ചത് ഞാനേ ഈ റൂമിലേക്കാണ്, അല്ലാതെ ബസ് സ്റ്റോപ്പിലേക്കല്ല, ഇങ്ങോട്ടൊന്നും കയറി വാടോ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സുധീഷ് ആണെങ്കിൽ നേരെ നിധിയുടെ റൂമിലേക്ക് കയറി ചെല്ലുക. റൂമിലേക്ക് കയറി ചെന്നപ്പോഴേക്കും അതെ ആ കതക് കുറ്റിയിട്ടേക്ക്. ഈ കതകോ കുറ്റിയിടണോ? പിന്നെ അല്ലാതെ ഈ റൂമിന് വേറെ ഏതെങ്കിലും കതകുണ്ടോ? ആ റൂം കുറ്റിയിടറോ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം തന്നെ കുറ്റിയിട്ടേക്കാം നിധി എന്ന് പറഞ്ഞുകൊണ്ട് കഥ കടച്ച് കുറ്റിയിടുകയാണ്. ഇപ്പോൾ സുധീഷൊക്കെ പലതും പ്രതീക്ഷിച്ച് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിധി പറയാ, സുധീഷേ അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് സുധീഷ് എന്ന് പറയണം. എന്താ നിധി, എന്ത് കാര്യമാ എന്നോട് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. താനതിനോട് എൻ്റെ അടുത്തേക്ക് വരുന്ന സുധീഷേ? തന്നോട് ഞാൻ എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞോ? അല്ല, നിധി പറഞ്ഞില്ലേ റൂമിലേക്ക് വരാൻ? റൂമിലേക്കേ വരാൻ പറഞ്ഞുള്ളൂ, എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞില്ല. ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ. അതെ, നമ്മൾ സംസാരിക്കുന്നത് പുറത്താരെങ്കിലും കേൾക്കുമോ? ഇല്ല. അല്ല, സുഭാഷ് ഏട്ടൻ എവിടെ? സുഭാഷ് ഏട്ടൻ അവിടെ ഉണ്ട്. അല്ല, ഹരീഷും നികേഷും ഒക്കെ അവർ പുറകിൽ എവിടേക്കും ഉണ്ട്. എന്താ നിധി, എന്താ ഇത്ര പ്രത്യേകിച്ച് എന്നോട് പറയാനുള്ളത്? അയ്യോ, ഇത്ര കിടന്ന ആകാംക്ഷയോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് സുഭാഷ് ഏട്ടനെ കുറിച്ചാണ് പറയാനുള്ളത്. സുഭാഷ് ഏട്ടനെ കുറിച്ചോ? സുഭാഷ് ഏട്ടനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സുഭാഷ് ഏട്ടൻ്റെ പല മാറ്റങ്ങളും ശ്രദ്ധിച്ചായിരുന്നോ? അതായത് ഇപ്പോൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ചിരിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുന്നു, ഭാവത്തിലും ഒക്കെ പല മാറ്റങ്ങൾ. അല്ല, കല്യാണം മുടങ്ങിയല്ലോ, ആ ഒരു വിഷമമൊന്നും കാണുന്നില്ല. എന്തൊക്കെയോ ഒരു പന്തികേടായ ഒരു പെരുമാറ്റങ്ങളാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല നിധി. അല്ലെങ്കിൽ തനിക്ക് തോന്നൂലല്ലോ, തനിക്ക് തൻ്റെ കാര്യങ്ങൾ മാത്രമല്ലേ നോക്കാൻ സമയമുള്ളൂ, അല്ലാതെ മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നതൊന്നും തനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേടോ സുധീഷേ? ഇതിനെപ്പോഴേക്കും എൻ്റെ പൊന്നു നിധി, താൻ കാര്യം പറ. താൻ ചുമ്മാ ഇത് പറയാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചു വരുത്തിയത്? ഇത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയത്. അതെ, സുഭാഷ് ഏട്ടനെ ഇനി ശ്രദ്ധിക്കണം. കാരണം സുഭാഷ് ഏട്ടൻ ഉറങ്ങാൻ നേരത്തെ താൻ ഉറങ്ങാതെ കാവലിരിക്കണം. കാരണം എന്താണെന്നറിയാവോ? അന്നത്തെ പോലെ ഇറങ്ങിപ്പോകാനുള്ള എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ടാണെങ്കിലും നമ്മളുടെ മുന്നിൽ കിടന്ന് ഇങ്ങനെ അഭിനയിക്കുന്നത് വിഷമില്ലാത്തത് രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് സുഭാഷ് ഏട്ടനെ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് കാത്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ശരി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ. തനിക്കതിനെക്കുറിച്ചൊന്നും ചിന്തയുണ്ടാവില്ല.
പക്ഷേ സുഭാഷേട്ടൻ്റെ കാര്യം എന്താ, വലിയ കാര്യമല്ലേ? ആ ശരിയാ, വലിയ കാര്യമാണ് നിധി. ഞാൻ ഏതായാലും സുഭാഷേട്ടനെ നോക്കിക്കോളാം. എങ്കിൽ പിന്നെ പോകാൻ നോക്ക്. ഇറങ്ങിപ്പോ സുധീഷേ. അങ്ങനെ സുധീഷിനെ തള്ളി പുറത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ നിധി കഥ കടച്ച് കുറ്റിയിടുകയാണ്. ഓ ദൈവമേ, ചുമ്മാ മനുഷ്യൻ്റെ ആഗ്രഹം എല്ലാം തീർന്നു. ചുമ്മാ മുടിയെ കീരി സ്പ്രേ അടിച്ച് എല്ലാം വേസ്റ്റായിപ്പോയി. ഒരു മുടിയിരല്ലെന്ന് പറഞ്ഞുകൊണ്ട് മുടിയൊക്കെ ചക്കിപ്രാന്തിനെ പോലെ ആക്കുകയാണ് നമ്മുടെ സുധീഷ്. അങ്ങനെ ഹാളിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ സുഭാഷ് നല്ല കൂർക്കം വലിച്ച് ഉറക്കുക. 3 പേരും ഉറങ്ങാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ സുധീഷ്, ഇതെന്താണത്, ഒരു ഇതുമില്ലാതെയാണല്ലോ കിടന്നുറങ്ങുന്നത്, ഒരു കുലുക്കവും ഇല്ല. കല്യാണം മുടങ്ങിയതിൻ്റെ സങ്കടം പോലും സുഭാഷേൻ്റെ മനസ്സിലില്ല. നല്ല കുറുക്കം വലിച്ചുറക്കുക. അപ്പോൾ നമ്മുടെ ഹരീഷാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി കിടന്ന് ചുമ്മാ കണ്ണടച്ച് കിടക്കുകയാണെങ്കിലോ. അതെ, ഇന്ന് നിധി എന്നോട് ഇങ്ങനെ പറഞ്ഞടാ, അതായത് സുഭാഷേട്ടന് വേണ്ടി ഇന്ന് കാവലിരിക്കണമെന്ന്. കാരണം അല്ലെങ്കിൽ അന്നത്തെ പോലെ എണീറ്റ് പോയാലോ എന്നുള്ളൊരു പേടി. അയ്യോ എന്ന് നികേഷും. അയ്യോ അങ്ങനെ പോകുമോ? പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ കണ്ണടച്ച് കിടക്കുന്നതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പണി കിട്ടൂലേ? അത് ശരിയാണല്ലോ. അപ്പോഴേക്കും സുധീഷും നികേഷും ആണെങ്കിൽ, ഹരീഷേട്ടന് വേണ്ടിയല്ലേ ഉറക്കൊഴിച്ചിങ്ങനെ ഇരുന്നത്? അപ്പോൾ സുധീഷാണെങ്കിൽ, അതെ ഹരീഷേ, നിനക്ക് വേണ്ടിയാണ് സുഭാഷ് ഏട്ടൻ ഇങ്ങനൊരു കാര്യത്തിന് പുറപ്പെട്ടത്. അപ്പോൾ നീയാണ് ഉറക്കൊഴിച്ചിരിക്കേണ്ടത് ഹരീഷേ, നീ തന്നെ ഇരുന്നാൽ മതി. അയ്യോ അത് പിന്നെ ഞാൻ ഒറ്റക്കോ? എന്താ ഒറ്റയ്ക്കിരുന്നാൽ? ചിംതേരിലല്ല പോയി നിൽക്കുന്നത്, ഈ വീടല്ലേ, അവിടെ ഞങ്ങൾ സുഖമായിട്ട് ഇറങ്ങാൻ പോവാം. നീ സുഭാഷ് ഏട്ടനെ കാക്കേണ്ടത് നിൻ്റെ കടമ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഈ ഹരീഷ് മാത്രം ഇങ്ങനെ ഉറക്കൊഴിച്ച് ഇങ്ങനെ ഇരിക്കുക. സുഭാഷ് ഏട്ടൻ എണീക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് ഉറക്കൊഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഹരീഷിനെ കാണാനും ഇല്ല. അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് എണീക്കപ്പോൾ 2 അനിയന്മാർ അപ്പുറത്തും ഉണ്ട്. 3ാമത്തെ അനിയനെ കാണാനില്ല. അയ്യോടാ, ഹരീഷ് അവിടെ പോയി, ഇത്ര രാവിലെ എണീറ്റ് പോയോ അവൻ എന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ബാദലിൻ്റെ അരിയിൽ കിടന്നുറങ്ങുന്ന ഹരീഷിനെയാണ് കാണുന്നത്. ഇത് കണ്ട സുഭാഷ് ആണെങ്കിൽ, ഹരീഷേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ഇതെന്താണ് നീ ഇവിടെ കിടന്നുറങ്ങുന്നത്? അപ്പോഴേക്കും സുധീഷും നികേഷും എണീക്ക ചാടി. കൊള്ളാം, എടാ നിന്നോട് കാവലിരിക്കണമെന്ന് പറഞ്ഞിട്ട് നീ അവിടെ പോയി കിടന്നുറങ്ങുകയാണോടാ? നിന്നെ ഉത്തരവാദിത്തപ്പെട്ട് നിന്നെ എങ്ങനെയാടാ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നത്? സുഭാഷ് ഏട്ടന് വേണ്ടി കാവലിരിക്കണമെന്ന് നിന്നോട് പറഞ്ഞല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞാൻ കാവലിരുന്നതാ. അപ്പം സുഭാഷ് ഏട്ടനാണെങ്കിൽ കാവലിരിക്കാനോ? എനിക്ക് വേണ്ടിയോ? എന്തിനാ എനിക്ക് വേണ്ടി കാവലിരിക്കുന്നത്? അത് പിന്നെ സുഭാഷ് ഏട്ടൻ അന്ന് സുഭാഷ് ഏട്ടനെ ഇറങ്ങിപ്പോയതുപോലെ ഇന്നും കല്യാണം മുടങ്ങിയതിൻ്റെ പേരിൽ സുഭാഷ് ഏട്ടനെ ഇറങ്ങി പോകുന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെളുപ്പാങ്കാലം വരെ കാത്തിരുന്നു. പിന്നെ ഉറക്കം സഹിക്കാൻ പറ്റാതെ ആയപ്പോഴായി ഡോറിന് മുന്നിൽ വന്ന് ഞാൻ ഉറങ്ങിയത്. എടാ, നീ ഡോറിന് മുന്നിൽ വന്ന് ഉറങ്ങിയത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ പിന്നെ സുഭാഷ് ഏട്ടൻ പോകുമ്പോൾ എനിക്കറിയാൻ പറ്റുമല്ലോ. എടാ, പുറകുവശത്തെ വാതിലില്ലേ, എനിക്കെന്താ ആ വാതിലിൽ കൂടി പോകാനായിട്ട് കഴിയില്ലേ? അപ്പോഴേക്കും സുധീഷ്, ശരിയാ, നീ എന്താടാ ഈ കാണിച്ചത്? അത് പിന്നെ ഞാൻ വെളുപ്പാങ്കാലം വരെ ഉറങ്ങാൻ നിന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി സുഭാഷ് ഏട്ടൻ പോകില്ല എന്ന്. എൻ്റെ പൊട്ടന്മാരെ, ഞാൻ എന്തിനാണ് അങ്ങനെ ഇറങ്ങിപ്പോകുന്നത്? ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോകുന്നു വിചാരിച്ച് എപ്പോഴെപ്പോഴും എനിക്ക് ഇറങ്ങിപ്പോകാനായിട്ട് പറ്റുമോ? പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ എനിക്കത്ര വലിയ സങ്കടമൊന്നുമില്ല. ഞാൻ സങ്കടത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരാളല്ല. പറഞ്ഞാൽ മനസ്സിലായോ? എനിക്ക് അങ്ങനെ ഒരു സങ്കടവുമില്ല. ശരി, അതെല്ലാം ഇറക്കി മടക്കിയൊക്കെ വെക്ക്, ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സുഭാഷ് പോകും. അപ്പോൾ സുഭാഷ് പോകുമ്പോഴും എന്നാലും ഇവിടെ എന്തൊരു പന്തികേടുണ്ടല്ലോടാ, നമ്മളെ കാണിക്കാൻ വേണ്ടി ചുമ്മാ അഭിനയിച്ചുകൊണ്ട് നടക്കുവാണ് ഈ സുഭാഷ് ഏട്ടൻ. ഇനി എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിക്കുകയാണ്. ഒരു വഴിയുണ്ട്, ഈ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് സുധീഷ് നേരെ നമ്മുടെ ബായിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിനാഷ് ബായിയുടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ബായി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ചാന്ദിനി ഭയങ്കര സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് വെള്ളവും ചുമന്നുകൊണ്ട് വരുന്ന സീനാണ് സുധീഷ് കാണുന്നത്. ഇത് കണ്ട സുധീഷ്, ഇതെന്താ ചാന്ദിനിക്കുന്ന് പതിവില്ലാത്തതിലും സന്തോഷമാണല്ലോ, ഇതെന്ത് പറ്റി? അപ്പോഴേക്കും അവിനാഷ് വരിക. അപ്പോൾ അവിനാഷ് വന്നിട്ട്, സുധീഷ് ബായിയോ? എന്താ സുധീഷ് ബായി എന്ന് ചോദിക്കുമ്പോൾ, അതെ, എനിക്ക് അവിനാഷ് ബായിയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അവിനാഷ് ബായിയുടെ പെങ്ങൾക്ക് ഇന്ന് ഭയങ്കര സന്തോഷമാണല്ലോ, ഇതെന്ത് പറ്റി? അപ്പോൾ അവിനാഷ് ബായും ചിരിക്കുകയാണ്. ഇതെന്താ സന്തോഷമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളും ചിരിക്കുന്നത്? സുധീഷ് ബായി എന്തിനാ വന്നത് അതാദ്യം പറ. അതെ, ഇന്നലെ സുഭാഷ് ഏട്ടൻ ഇവിടെ വന്നായിരുന്നോ
എന്ന് ചോദിക്കുമ്പോൾ ആ വന്നായിരുന്നു. അല്ല സുഭാഷ് ഏട്ടൻ്റെ ഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ ഒരു വ്യത്യാസം. അപ്പോൾ ഇന്നലെ അവിനാഷ് ഭായിയുടെ ഒപ്പം ആയിരുന്നല്ലോ സുഭാഷ് ഏട്ടൻ. അപ്പോൾ സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞോന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തെങ്കിലും അറിഞ്ഞോന്നറിയാൻ വേണ്ടി. ആ അതിനൊരു കാരണമുണ്ട് സുധീഷ് ഭായി. കാരണോ? എന്ത് കാരണം? ആ അതെ, ഇന്നലെ സുഭാഷ് ഭായ് ഇവിടെ വന്നായിരുന്നല്ലോ. ആ സമയത്ത് സുഭാഷ് ഭായിയോട് ഞാനൊരു കാര്യം ചോദിച്ചു. എന്ത് കാര്യം? അപ്പോൾ അതായത് എല്ലായിടത്തും പെണ്ണന്വേഷണം നടക്കുകയാണല്ലോ സുഭാഷ് ഭായി. അപ്പോൾ എന്തിനാണ് എല്ലായിടത്തും പെണ്ണന്വേഷണം നടക്കുന്നത്? എൻ്റെ പെങ്ങളെ കെട്ടാവോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഇത് കേട്ടപ്പോഴേക്കും സുധീഷ് കണ്ണും തള്ളി നിൽക്കണം. എന്താ? ആ ഞാൻ അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. എന്നിട്ട് സുഭാഷ് ഏട്ടൻ എന്താ പറഞ്ഞത് ഭായി എന്ന് ചോദിക്കുമ്പോൾ സമ്മതമാണെന്ന് പറഞ്ഞോ? ഇല്ല, യെസ്സും പറഞ്ഞില്ല നോവും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കുവേ ചിരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്തത്. അമ്പട കേമാ, അതുകൊണ്ടാണ് ഭായിയുടെ പെങ്ങക്കടെ മുഖത്തും ഭയങ്കര സന്തോഷം ചിരി അല്ലേ? അത് തന്നെയാ. മതി, ഇത്രയും കേട്ടാ മതി എനിക്ക്. എടാ അമ്പട കള്ള സുഭാഷേ, നീ അപ്പം ഇത് ഒളിച്ചുകൊണ്ട് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ? കാണിച്ചാലേടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് അവിടെ നിന്ന് പോവുക. നേരെ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഹരീഷ് അവിടെ ഇരിക്കുന്നുണ്ട്. എടാ ഹരീഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷിൻ്റെ കൈ പിടിച്ച് തുള്ളിച്ചാടുകയാണ്. എടാ നികേഷിനെ കറക്കി അങ്ങോട്ട് എറിയുകയാണ്. എൻ്റെ ദൈവം, ഇതെന്ത് ഇയാൾക്ക് പറ്റിയത്? തലറങ്ങിപ്പോയല്ലോ. അപ്പോൾ നിധി വരികയാണ്. നിധിയേയും വട്ടം ഇങ്ങനെ കറക്കുകയാണ്. ഇതെന്താ സുധീഷ് എന്താ കാണിക്കുന്നത്? അച്ഛൻ വരികയാണ്. എൻ്റെ പൊന്നച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് താട്ടിക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. അച്ഛനെ കിക്കിളിയാക്കുകയാണ്. എന്താടാ നിനക്കെന്താ പ്രാന്തായോ? എന്താടാ പറ്റിയത്? യോ എനിക്ക് സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയിലാണേ. ഞാൻ സന്തോഷം കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ്. എന്താണ് ഇത്ര സന്തോഷിക്കാനുള്ള കാരണം? അതായത് ഇന്നലെ സുഭാഷ് ഏട്ടൻ എവിടെയാ പോയത്? സുഭാഷ് ഏട്ടനെ ഭായി കൂട്ടിക്കൊണ്ടുപോയതായിട്ട് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ. അത് ചായ കുടിക്കാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യടാ അത് ചായ കുടിക്കാനല്ല, ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാ. അതായത് ഭായി പറഞ്ഞു എൻ്റെ പെങ്ങളെ കെട്ടാവോ എന്ന്. പപ്പ പറഞ്ഞു എൻ്റെ പെങ്ങളെ സ്വീകരിച്ചാൽ എന്താ പ്രശ്നം? സുഭാഷ് ഏട്ടനെ പോലെ നല്ലൊരാളെ എൻ്റെ പെങ്ങൾക്ക് കിട്ടില്ല എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനാണെങ്കിലും ഇവൻ എന്തൊക്കെയോ സംസാരിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. എന്താ പറഞ്ഞു വരുന്നത്? എന്താ മനസ്സിലാവുന്നില്ല? നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? അതായത് ഇന്നലെ നമ്മുടെ അവിനാഷ് ഭായ് ചോദിച്ചു, എല്ലായിടത്തും പെണ്ണന്വേഷണം നടക്കുകയല്ലേ, എനിക്കൊരു പെങ്ങളുണ്ടല്ലോ ശാന്തിനി, ആ ശാന്തിനിയെ സുഭാഷ് ഏട്ടന് കല്യാണം കഴിക്കാവോ എന്ന്. സത്യമാണോ സുധീഷ് ഏട്ടാ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കണം. അതേന്നേ, പറയുന്നത് മുഴുവനും സത്യം തന്നെയാണ്. അതിൻ്റെ സന്തോഷവും ചിരിയാണ് സുഭാഷേൻ്റെ മുഖത്ത് നമ്മൾ ഇവിടെ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനൊന്നും വിടുന്നില്ല. എന്താച്ചാ എന്നും മിണ്ടതോ, ഇതാണോ വലിയ കാര്യം? എന്തോ വലിയ കാര്യമല്ലേ? എടാ ഈ ഹിന്ദി മലയാളമൊക്കെ തമ്മിൽ നല്ല ബന്ധമുണ്ട്. എന്ത് ബന്ധം? നിനക്ക് പാട്ടറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളവും ഹിന്ദിയുടെയും താരതമ്യ പാട്ടുകളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യേ ഇങ്ങനെ എവിടെ വന്നു? നിങ്ങൾ പോയി റേഡിയോനെ കേട്ടണ്ടേ? ചുമ്മാ വാളിപ്പ് പാട്ടായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ട് ഓടിക്കുക. ഏതായാലും സന്തോഷമായി, ഇങ്ങനൊരു സംഭവം നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി നമ്മുടെ സുഭാഷ് ഏട്ടനെ ആളും മിടുക്കനാ. അപ്പോൾ ദാ വരുന്നടാ സുഭാഷ് ഇങ്ങനെ ആടി ഇങ്ങനെ വരികയാണ്. ദേ വരുന്നത് കണ്ടില്ലേ, കള്ളക്കാമുകം വരുന്നത് കണ്ടില്ലേ എന്ന് നമ്മുടെ സുധീഷ് പറയുകയാണ്. അപ്പോൾ സുഭാഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ അച്ഛനാണെങ്കിൽ മലയാളവും ഹിന്ദിയും കൂടി ചേർത്തുള്ളൊരു പാട്ടങ്ങടക്ക് പാടുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുഭാഷാണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.